ഇതിൻ്റെ അകത്ത് ഇടപെടുന്നവരെല്ലാം ഒരു കാര്യം കണ്ടുപിടിക്കണം. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ പോയി. അത് ഈ കോൺഗ്രിഗേഷൻ്റെ അതായത് അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് ചുമതലപ്പെടുത്തിയ ആളല്ല. ഇന്നലെയും ഞാൻ CBCIയോട് ചോദിച്ചിരുന്നു, അത് അവരും ചുമതലപ്പെടുത്തിയ ആളല്ല. നടപടികൾ പൂർത്തിയാക്കാതെ ഒരു ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അത് തള്ളുകയാണ് ആദ്യത്തെ നടപടി. ഇപ്പോൾ ഇവർക്കൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ഭയങ്കര മതേതരവാദികളും ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാർ ആറ്റുചാലിൽ അച്ഛൻ്റെ നട്ടെല്ല് തകർക്കുമ്പോൾ അതിനുള്ള മിണ്ടുകല. കാരണം PFIക്കാരായതുകൊണ്ട് പാലാ ബിഷപ്പിന് എതിരെ പ്രകടനം നടത്തുമ്പോൾ പാലാ ബിഷപ്പിന് എതിരെ കേസെടുക്കണമെന്നാണ് VD സതീശൻ പറഞ്ഞത്. അതപ്പുറത്ത് PFI ആയതുകൊണ്ട് അവരൊന്ന് പറയണം ആരാണ് ആ ജാമ്യാപേക്ഷ കൊടുത്തതെന്ന്. അതാണ് അതിൻ്റെ തുടക്കം. കാരണം പോലീസ് ഞായറാഴ്ച രാവിലെ തന്നെ ഈ മാതാപിതാക്കളെ കൊണ്ടുവന്നിരുന്നു. അവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ജാമ്യാപേക്ഷ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് കൊടുത്തില്ല. ഇവർ ആദിവാസികളാണ്, പാവം മനുഷ്യരാണ്. അവർ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് ചൊവ്വാഴ്ച ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്, അതായത് ഇവരെ ഹാജരാക്കണം കോടതിക്ക് നടപടി വേണമെങ്കിൽ. ഇവർ പുറപ്പെട്ട് കഴിഞ്ഞപ്പം പെട്ടെന്നൊരു ജാമ്യാപേക്ഷ അപ്പം തന്നെ തള്ളി. അപ്പോൾ അത് ഈ ഭയങ്കര ക്രിസ്തീയ വിശ്വാസികളും മതേതരവാദികളും ഒക്കെ ആയിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് അറിയാമെങ്കിൽ അതൊന്ന് പറയുന്നതല്ല. മാധ്യമങ്ങളും ഒന്ന് കണ്ട് പിടിക്കണം ആ കാര്യത്തിൽ.